നമസ്കാരം. ഞാൻ ദയാനന്ദൻ, ഫോട്ടോ മീഡിയ. ഞാനിപ്പോൾ വളപട്ടണം പുഴയുടെ കാഴ്ചകൾ കണ്ട് ഒരു ചെറിയ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. നദിയുടെ ഇരു കരകളിലുമുള്ള പച്ചത്തുരുത്തുകൾ തിങ്ങി വളർന്നു നിൽക്കുന്ന, അതുപോലെ കേരവൃക്ഷങ്ങളും നദിയിലെ ജലസമൃദ്ധിയും മണ്ണിലെ വളക്കൂറും ഈ പ്രദേശത്തെ ആകെ കാഴ്ചയുടെ മറ്റൊരു ലെവലിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് പറശ്ശിനിക്കടവ് ക്ഷേത്രവും ബോട്ട് ചട്ടിയും സമീപ പ്രദേശവുമാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. നദിയിലേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം. അതുപോലെ ബോട്ട് ചട്ടിയിൽ നിന്നും ഈ ക്ഷേത്രത്തേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലൂടെയാണ് ഈ ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്കും റോഡിലേക്കും ഒക്കെ പോകാനുള്ള ഒരു പാതയാണ് നമ്മൾ കാണുന്ന ഈ പാലം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ. കേരളത്തിലെ 44 നദികളിൽ പ്രധാനമായ വളപട്ടണം പുഴ ഉത്തര മലബാറിലെ പ്രധാന നദികളിൽ ഒന്നാണ്. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയത് വളപട്ടണം പുഴയാണ്. കേരളത്തിലാകെ നോക്കുമ്പോൾ നീളത്തിൻ്റെ കാര്യത്തിൽ 10ാം സ്ഥാനത്താണെങ്കിലും വെള്ളത്തിൻ്റെ അളവ് പരിശോധിക്കുമ്പോൾ 4ാം സ്ഥാനത്താണ് ഈ നദിയുടെ സ്ഥാനം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏതാണ്ട് 110 കിലോമീറ്റർ വരും. അതുപോലെ കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിൽ ഒന്നായ പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വളപട്ടണം പുഴയിലാണ്. അതായത് വളപട്ടണം പുഴയുടെ കുറുകെയാണ്. അതുപോലെ ചെറുദ്വീപുകൾ ഈ നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് തെർളൈ, കുർളായി, പാമ്പുരുത്തി എന്നിങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകൾ. ഈ വളപട്ടണം പുഴയ്ക്ക് പ്രധാനമായി 2 പോഷക നദികളാണുള്ളത്. ഒന്ന് ചീങ്കണ്ണി പുഴ, മറ്റൊന്ന് ബാലിപ്പുഴ. ഈ പുഴകൾ രണ്ടും ഒഴുകുന്നത് ആറളം വന്യജീവി സങ്കേതത്തിലൂടെയാണ്. ഇത് വനമിത്ര മോഹൻദാസ് ഇടിയത്ത് കേരള ഫോറസ്റ്റിൻ്റെ വനമിത്ര, പ്രകൃതി മിത്ര അവാർഡുകൾക്ക് പുറമെ അപൂർവമായി ലഭിക്കുന്ന ഗ്രീൻ പാസ്പോർട്ടിനും ഉടമയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളും അവാർഡുകൾ അനവധിയാണ്. ബ്രഹ്മകുമാരീസിന്റെ ശ്രേഷ്ഠ സേവാരത്ന പുരസ്കാരം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ശ്രേഷ്ഠ സേവാരത്ന പുരസ്കാരം, അങ്ങനെ അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് മോഹൻദാസ് ഇടിയത്ത് എന്ന സാമൂഹിക പ്രവർത്തകൻ. ഇദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബോട്ട് യാത്ര കഴിഞ്ഞ് കരയ്ക്ക് അടുക്കാനായി പോവുകയാണ്. ഇനി അതുവഴി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുകൂടി റോഡിലേക്ക് കയറിയാണ് അടുത്ത നമ്മളുടെ യാത്ര.